നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നതിൽ മരണം സംഭവിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ്. ഫോറൻസിക് പരിശോധന നടന്നുവരുന്നുവെന്ന് ആരോഗ്യമന്ത്രി. ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം. പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്ന സംഭവം സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് നിർഭാഗ്യകരമായ സംഭവമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഏത് അപാകതയായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നല്ല പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്യണം. വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. അപ്പോൾ അത് വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധന നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന അടിയന്തര യോഗം അവസാനിച്ചു. പഴയ കാഷ്വാലിറ്റി ഉടൻ സജ്ജമാകുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ. ഇതിനൊക്കെ 3 ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ബീച്ചിൽ എക്സ്ട്രാ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുകൂടെ ന്യൂറോ സർജറിയിൽ ഒരാളെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കാഷ്വാലിറ്റി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ഡോക്ടർമാരെ 12 അവർ വെച്ചിട്ട് ഓൺ കോൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി, അത് കൂടാതെ തന്നെ മെഡിസിൻ, സർജറി, അതേപോലെ ഓർത്തോ, ഇതിനൊക്കെ 3 ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ബീച്ചിൽ എക്സ്ട്രാ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുകൂടെ ന്യൂറോ സർജറിയിൽ ഒരാളെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്ന സംഭവം ബീച്ച് ആശുപത്രിയിൽ പ്രത്യേക സൗകര്യങ്ങളും ഹെൽപ്പ് ഡെസ്കും ഒരുക്കി. ബീച്ച് ആശുപത്രിയിൽ അത്യാഹിത സേവനം ഏർപ്പെടുത്തി. കാഷ്വാലിറ്റിയിൽ മരുന്നുകളും ഉപകരണങ്ങളും താൽക്കാലികമായി മാറ്റും. ഷോർട്ട് സർക്യൂട്ട് കാരണം UPS കത്തി നശിച്ചെന്ന് പ്രാഥമിക നിഗമനം. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും. പ്രവർത്തക സമിതി അംഗത്വം നൽകി അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. ആന്റണിക്ക് സാധ്യത, സണ്ണി ജോസഫിന്റെ പേര് പറഞ്ഞ സുധാകരൻ. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സുധാകരനുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ സുധാകരൻ. ാനുള്ള യോഗമേ എനക്കുള്ളൂ. അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുക, ഹൈക്കമാൻഡോട് ചോദിക്കുക. അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി. അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനക്കുള്ളൂ. അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. കേരളത്തിന്റെ വികസനം അംഗീകരിച്ച കേന്ദ്രം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയും. ഉദ്ഘാടനത്തിന് തൊട്ട് തലേ ദിവസം നൽകിയ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി മാത്രം. വിഴിഞ്ഞം തുറമുഖം അടുത്ത ഘട്ട നിർമ്മാണത്തിലേക്ക്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ തുടങ്ങും. 2028 തുറമുഖം പൂർണ്ണ സജ്ജം. ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നടക്കുന്ന UDF-നെ തിരിഞ്ഞുകൊത്തി പദ്ധതിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ.
രാജീവ് ചന്ദ്രശേഖരൻ സ്വീകരിച്ചത് ജനാധിപത്യപരമായ ശരിയായ നിലപാടല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. അതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, MP, MLA തുടങ്ങിയിട്ടുള്ളവരെയാണ്. അതിൻ്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരനെയും അവിടെ ഇരുത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഒരു ശരിയായ പ്രവണതയായിരുന്നില്ല. ജനാധിപത്യപരമായ രീതിയിൽ നോക്കിയാൽ അതൊരു ശരിയായ നിലപാടായിരുന്നില്ല. പക്ഷേ ഭരണകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാനത്ത് വളരെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് ഇരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും മാത്രമേ കാണുകയുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 9ാം ദിനവും അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. കുപ്വാര, അഗ്നൂർ, ഉറി എന്നിവിടങ്ങളിൽ വെടിവയ്പ്. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. പഹൽഗാം ഭീകരാക്രമണം. പാക് വാർത്താവിനിമയ മന്ത്രി അദാവുള്ള തരാറിന്റെ എക്സ് അക്കൗണ്ട് തടഞ്ഞ് ഇന്ത്യ. നിരവധി പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നേരത്തെ തടഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിച്ച NIA. ആക്രമണം നിയന്ത്രിച്ചത് മുതിർന്ന ISI ഉദ്യോഗസ്ഥൻ. ഭീകര സാന്നിധ്യമുള്ള അനന്തനാഗിൽ സൈനിക വിന്യാസം ശക്തമാക്കി. മണിപ്പൂർ കലാപത്തിന് ഇന്ന് 2 ആണ്ട്. 250 പേർ കൊല്ലപ്പെട്ടിട്ടും കലാപഭൂമി സന്ദർശിക്കാനില്ലെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് പ്രതിഷേധം ശക്തമാക്കുന്നു. സംയുക്ത വിദ്യാർത്ഥി സംഘടന ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിക്കുന്നു. PV അൻവറിനെ ചൊല്ലി UDF-ൽ ആശയക്കുഴപ്പം. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ തുടർന്നാൽ എന്തു ചെയ്യണമെന്നതിൽ വ്യക്തതയില്ലാതെ UDF നേതൃത്വം. തൃണമൂൽ നേതൃത്വവുമായി അൻവർ കൂടിക്കാഴ്ച നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിൽ സംവിധാനങ്ങൾ സജ്ജമെന്ന് കളക്ടർ VR വിനോദ്. പൂർത്തിയായി വരുന്നു. വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. വിവിധ പരിശീലന ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചു. രണ്ട് ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് തുടക്കമായി. മധുര പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണിത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യും. തിരുവനന്തപുരം വർക്കലയിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. രാജാമണി ദീപ ദമ്പതികളുടെ മകൻ രാജേഷാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയാണ് സംഭവം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ വൻ MDMA വേട്ട. കൊടകരയിൽ 180 ഗ്രാമിലധികം MDMA-യുമായി 2 പേർ പിടിയിൽ. ദീപക്, ദീക്ഷിത് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ 200 ഗ്രാം MDMA പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് വോൾവോ ബസിൽ കല്ലമ്പലത്തേക്ക് കൊണ്ടുവന്ന MDMA-യാണ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടികൂടിയത്. കൊല്ലം സ്വദേശി സുഖയിൽ നിന്നാണ് MDMA പിടികൂടിയത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി CEO കാർത്തിക പ്രദീപ് അറസ്റ്റിൽ. കൊച്ചി സെൻട്രൽ പോലീസ് കോഴിക്കോട്ട് നിന്നാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് 5.23 ലക്ഷം കോടി. ഗോവയിലെ ഷിർഗാവ് ക്ഷേത്രത്തിൽ വാർഷിക ഘോഷയാത്രയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്.
ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.